എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ 2025 പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. 2025 വർഷം ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങളുടെ 2025 വർഷത്തെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2025 വർഷം പൊതുവെ ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരും. ഏതാണ്ട് 2025 മധ്യഭാഗം വരെ, ഏതാണ്ട് ജൂൺ വരെയൊക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരത്തിൻ്റെ ഫലമായി നമുക്ക് പറയാൻ കഴിയും. അതായത് നിലവിൽ ശനീശ്വരൻ സ്ഥിതി ചെയ്യുന്നത് അഭീഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ വളരെയേറെ ഗുണാനുഭവങ്ങൾ മേടക്കൂറുകാർക്ക് ഏപ്രിൽ മാസം വരെ ലഭിക്കുന്നതായിരിക്കും. ഏപ്രിൽ ആദ്യം വരെ വളരെ ഗുണദായകമായ ഫലങ്ങൾ കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ സർവേശ്വരകാരകനായ വ്യാഴം ധനത്തിൻ്റെ സ്ഥാനമായ 2ാം ഭാവത്തിലാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഉയർച്ച മെയ് മാസം വരെയും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ 2025 രാഹുവിൻ്റെ മാറ്റവും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമാണ്. ഈ ഒരു ഗ്രഹങ്ങളുടെ സഞ്ചാര ഫലത്തിൻ്റെ ഗുണഫലമായി ഏതാണ്ട് 2025 മധ്യഭാഗം വരെ ഈ നക്ഷത്രക്കാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എന്നുവെച്ചാൽ സാമ്പത്തികമായ ഉയർച്ച, ഉദ്യോഗലബ്ധി, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ അതിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും. അതുപോലെ വീട്ടിൽ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. വീട് പണിയും മറ്റുമൊക്കെ തുടങ്ങിയവർക്ക് അതൊക്കെ ഈ മെയ്ക്ക് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുമെങ്കിലും മാർച്ച് അവസാനം, അത് ഏപ്രിൽ ആദ്യം മുതൽ ശനിമാറ്റം 7ാം ശനി കാലഘട്ടത്തിലേക്കാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മുതൽ കാര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അത് 7ാം ശനിയുടെ തുടക്കമാണ്. അതുപോലെ വ്യാഴമാറ്റം അത്ര അനുകൂലമല്ല. ആ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ, കുടുംബത്തിൽ പലതരം പ്രതിസന്ധികൾ, സൗഹൃദങ്ങൾക്കിടയിൽ, വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കിടയിൽ, അതുപോലെ കർമ്മരംഗത്ത് ഒക്കെ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന പലവിധ പ്രതിസന്ധികൾ മാനസിക ക്ലേശങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ രോഗപീഠകളും വന്നു ചേരാവുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികളും വന്ന് ഭവിക്കുന്നത് കൊണ്ട് തന്നെ വിചാരിച്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും മെയ്ക്ക് ശേഷം വളരെ ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ അതൊക്കെ സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും അതുവഴി ഉണ്ടാകുന്ന മാനസിക ക്ലേശങ്ങളിലേക്കും മേടക്കൂറുകാരെ കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അതായത് 2025 മെയ് വരെ വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും. അതിനുശേഷം ഗുണാനുഭവങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എന്നുള്ളതാണ് പൊതുവേ ഉള്ള കാര്യം.
ആ കാര്യങ്ങളെ വളരെയേറെ ശ്രദ്ധിച്ചും അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്തും കാര്യങ്ങളെ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം സമീപിച്ചും ഒക്കെ മുമ്പോട്ട് പോയാൽ ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് ദോഷവശങ്ങളെ ഒരു പരിധിവരെയൊക്കെ കുറച്ച് മുമ്പോട്ട് പോകുവാൻ മേടക്കൂറുകാർക്ക് കഴിയുന്നതായിരിക്കും. അങ്ങനെ ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോയാൽ പല കാര്യങ്ങളിലും വളരെയേറെ പ്രതിസന്ധികളും അതുവഴി ഉണ്ടാകാവുന്ന മാനസിക ക്ലേശങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നതുമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 7ാം ശനി കാലഘട്ടം എന്ന് പറയുന്ന അത്ര സുഖകരമായൊരു കാലഘട്ടമല്ല. വ്യാഴത്തിൻ്റെ 2ലെ സ്ഥിതി അല്ല 3ലേക്ക് മാറുമ്പോൾ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്, അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതുമാണ്. എങ്കിലും ഗ്രഹനിലയിൽ വ്യാഴം, ശനി, രാഹു, കേതു തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായ സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷവശങ്ങൾ കാര്യമായി സ്വാധീനിക്കുകയില്ല എന്നൊരു ഗുണം കൂടിയുണ്ട്. അപ്പം അതുകൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകണമെങ്കിൽ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഗ്രഹനിലയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കണം. ഗ്രഹനില കൂടി പരിശോധിച്ച് ഗ്രഹങ്ങളൊക്കെ അനുകൂല സ്ഥാനത്തല്ല പ്രതികൂല സ്ഥാനത്താണെങ്കിൽ അതിന് വേണ്ട പ്രതിവിധികളും വഴിപാടുകളും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതുമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ 2025 വർഷം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായൊരു വർഷമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെന്ന് പറയുമ്പോൾ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക, ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക, ശബരിമല പോയി ശാസ്താവിന് ദർശനം നടത്തുകയും ഒപ്പം കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ശനീശ്വരൻ്റെ പ്രീതി ലഭിക്കുന്നതായിരിക്കും. ഒപ്പം വ്യാഴമാറ്റവും അനുകൂലമല്ല മെയ്ക്ക് ശേഷം എന്ന കാര്യം മനസ്സിലാക്കി വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ, അതായത് വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ കൂടി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ഒപ്പം രാഹുകേതുക്കളെ കൂടി പ്രീതിപ്പെടുത്തി പോകുന്നത് ഉചിതമായിരിക്കും. ഇതുകൂടാതെ ഓരോരുത്തരും അനുഷ്ഠിച്ച് വരുന്ന കർമ്മങ്ങൾ അത് തുടർന്നു കൊണ്ടേയിരിക്കുക. ഓരോരുത്തർക്ക് ഓരോരോ വിശ്വാസങ്ങൾ ഉണ്ടാകും. ആ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും അനുഷ്ഠിച്ച് സമയവും കാലവും നിലവിലുള്ള ദശാകാലഘട്ടവും അപഹാരവും ചിത്രാപഹാരവും ഒക്കെ മനസ്സിലാക്കി കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ 2025 വർഷം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഒരു വർഷമായിരിക്കുന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല. ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ 7ാം ശനി കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞതുപോലെ ചെയ്ത് മുമ്പോട്ട് പോകുക. എല്ലാ മേടക്കൂറുകാർക്കും 2025 വർഷം എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നന്ദി, നമസ്കാരം.